എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു പ്രായമുള്ള ഒരു അച്ഛൻ ബസ്സിന്റെ മുകളിലേക്ക് ഒരു ടയർ ഒരു വണ്ടിയിലെ കിളിയെ വെച്ച് കയറ്റുകയാണ്. ഇയാൾ താഴെ നിൽപ്പുണ്ട്, ഇയാളുടെ മക്കടെയാണ് ബസ്. ഇയാൾ ഇത് കയറ്റുകയാണ്. അപ്പോൾ ഇയാൾ താഴെ നിൽപ്പുണ്ട്, ഈ പയ്യൻ ഇത് വലിച്ചു കയറുന്നു. മുകളിൽ വടം കൊണ്ട് 2-3 പേര് വലിക്കുന്നു. ഇയാൾ നോക്കുന്നുണ്ട്, വടം പൊട്ടി. ടയർ താഴോട്ട് വരുമ്പോൾ ഇയാൾ ചിരിക്കുക. ഈ ടയർ വന്ന് താഴെ വീണിട്ട് ഒറ്റ റിഫ്ലക്ട് ചെയ്താ ഈ അച്ചായൻ തെറിച്ച് കൊക്കയ്ക്കകത്തോട്ടെ. നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അച്ചായ എന്ന് പറഞ്ഞ് മക്കള് പ്രശ്നം ഉണ്ടാക്കുന്നല്ലേ ഇവർക്കുള്ളൂ. മക്കൾ ഒറ്റ ശരിയാണ്. അച്ചായൻ എഴുന്നിട്ട് കൊണ്ടുപോകണം സാമാനില്ല, കത്തിച്ച് കളയുന്നു. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അച്ചായന്റെ വീഴ്ചയിലും മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വീഴ്ചയിൽ, അത് കോമഡി ആണെങ്കിൽ, ഇപ്പൊ ഒരു സിമ്പിൾ, അതായത് ഒരു സിമ്പിൾ നല്ല ഒരു സുന്ദരക്കുട്ടൻ അടിച്ച് നല്ല ഇതായിട്ട് വരുമ്പോൾ അയാൾ സ്റ്റൈലാണെങ്കിൽ അയാളുടെ ദേഹത്ത് കാക്ക കാഷ്ടിച്ചാൽ നമ്മൾ ചിരിക്കും. അതേ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു കുഷ്ഠരോഗി നടന്നു വന്നാൽ അയാളുടെ ദേഹത്ത് കാക്ക കാഷ്ടിച്ചാൽ നമുക്ക് വിഷമേ തോന്നുള്ളൂ. ആരുടെ മേൽ വീഴണം, ആര് വീഴണം എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് സിനിമയിലെ കോമഡി. അല്ല, അതിനെ ഞാൻ എതിർക്കേണ്ട. കാരണം ഈ സിമ്പിള കുട്ടന്മാർ മാത്രം കാക്ക വീണ കാശ് ഞാൻ എതിർക്കുകയാണ്. കാരണം ഞാനൊക്കെ ഈ ചാണകക്കുഴിയിൽ നിങ്ങൾ ചിരിക്കാറില്ലേ? ഞാൻ സിമ്പിൾ കുട്ടപ്പനാണ് അല്ലേ?